മക്കളെ, ഈ സ്കൂൾ തുറന്ന സമയത്ത് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഒരു പെർഫോമൻസ് ഇപ്രാവശ്യം എനിക്ക് ഓരോ എക്സാമിനും കാണിക്കണം. പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇല്ലേ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ വന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം, റിവിഷൻ ചെയ്യണം, കൃത്യമായിട്ട് ഓരോ എക്സാംസിനും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ഈ ഒരു വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ചിലപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ചോദിക്കുക, ആ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും നമ്മളുടെ ആൻസർ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് പറ്റിപ്പോയത്? ഇപ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഓരോ വീഡിയോസായിട്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യത്തെ എക്സാം ടഫായിരിക്കും, സിലബസിൽ മാറ്റമുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നു, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാറ്റേണുകൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഓണം എക്സാം നമ്മൾ എഴുതി. പക്ഷെ ഓണം എക്സാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അല്ലേ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഈ നമ്മളുടെ എത്രത്തോളം ഓരോ കുട്ടികൾക്കും ഓരോ സബ്ജക്റ്റിലും എത്ര അറിവുണ്ട്, എത്ര ആഴത്തിൽ അറിയാം എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് ഈ ഓരോ എക്സാമിനും നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിന് ഇപ്പോൾ മിസ്സിന് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ ലൈവിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സുകളിലാണെങ്കിലും വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ പറയുന്നത്, മിസ് എന്താണ് അല്ലേ, മൊത്തത്തിൽ പ്രശ്നമാണ്, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ക്രിസ്മസ് എക്സാം നമുക്ക് അങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആണ്. ഇനി പ്രോപ്പറായിട്ടുള്ളൊരു പഠനം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. സോ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക? ഓരോ ചാപ്റ്റേഴ്സിൻ്റെ, അപ്പോൾ നല്ലൊരു മാർക്കിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ആ എക്സാമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഏതാണ്, ഏത് ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള മാർക്ക് വാങ്ങുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യണം. ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വരിക, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും എക്സാം വിന്നർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ബാച്ചുകൾ, എക്സാം വിന്നറിൻ്റെ ബാച്ചുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകാൻ വേണ്ടി പോകുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മുക്കും മൂലയും അരിച്ചു പറക്കി നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആയി അല്ലേ. ഇനി അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ അടങ്ങിയ വർക്ക്ഷീറ്റ്, പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അടങ്ങിയ വർക്ക്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ആ വർക്ക്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസും സെറ്റായി. ഇനി ആ ചാപ്റ്റർ നമുക്ക് എത്രത്തോളം അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമുകൾ നടത്തുന്നുണ്ട്. ഇനി ഓരോ ലൈവുകളും നിങ്ങൾ മിസ് ചെയ്ത് പോവുകയാണെങ്കിലും പിന്നെയും നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യാൻ എല്ലാ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ ക്രിസ്മസ് എക്സാം വരികയാണെങ്കിലും ഓണം എക്സാം വരികയാണെങ്കിലും നിങ്ങൾക്ക് മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് പഠിച്ചു പോയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ കൈക്കുമ്പിടിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതൊന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഇങ്ങനെ നമ്മുടെ എക്സാമിനറിൽ പഠിച്ച് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഈ വർഷം വരെ നമ്മൾ ഇനി തുടർന്നും അത് തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് പല കാരണങ്ങൾ വീതം അല്ലേ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചില കുട്ടികൾക്കെങ്കിലും നമുക്കറിയാം നമ്മൾ ഏറ്റവും കുറവ് ഫീസാണ് നമ്മൾ ഓരോ ബാച്ചുകളിൽ നിന്നും വാങ്ങിക്കുന്നത്. പക്ഷെ അതും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട് അല്ലേ. സോ നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മളുടെ ബാച്ചിൻ്റെ അല്ലെങ്കിൽ ഫീസിൽ ഓഫർ വരുന്നുണ്ടാവുക, എപ്പോഴാണ് ബാച്ച് ഫീസ് കുറയുക എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. നമുക്കറിയാം വിജയദശമിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബാച്ചിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മുടെ സെലിബ്രേഷൻ വരുന്നത് ദിവാലിയാണ്. സോ ഈ ഒരു ദിവാലി ഓഫറായിട്ട് നിങ്ങൾ നോക്കിയിരുന്ന നമ്മുടെ എക്സാമിൻ്റെ എല്ലാ ബാച്ചുകളിലും നമ്മൾ ഫീ റിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഓഫറോട് കൂടെ ഓരോ ബാച്ചിലേക്കും നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമയമാണ്. സോ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഈ ഒരു ഫീസിൽ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ ഇതായി താഴെ ഓടുന്ന നമ്പറിലേക്ക്
വേഗം തന്നെ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ദിവാലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ നമ്മുടെ പോർഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിവൈസ് ഒക്കെ ചെയ്ത് ഈ ക്രിസ്മസ് എക്സാമിന് ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യസമേതം നമ്മുടെ ബാച്ചുകളിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ ഈ ഒരു ഓഫറോട് കൂടെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഈ ഒരു എക്സാം തകർക്കാം.